വളരെ വിചിത്രമായ ഒരു നിർദ്ദേശം നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പാർലമെൻറ്റിലേക്ക് പോയിരിക്കുന്നു. ആ നിർദ്ദേശം എന്ന് പറയുന്നത് വളരെ വിചിത്രമാണ്. ഇങ്ങനൊരു ഒരു ഒരു നിർദ്ദേശം ഒരിക്കലും നമ്മുടെ പ്രധാനമന്ത്രിക്ക് കൊടുക്കാവുന്ന പ്രധാനമന്ത്രിക്കോ പ്രധാനമന്ത്രിയുടെ ഓഫീസിനോ കൊടുക്കാൻ വെക്കുന്ന ഒരു കാര്യമല്ല, നിയമവിരുദ്ധമാണ്. പാർലമെൻറ്റ് നിയന്ത്രിക്കുക എന്നും പാർലമെൻറ്റിൽ ചോദ്യങ്ങൾ അനുവദിക്കുക അല്ലെങ്കിൽ അനുവദിക്കാതിരിക്കുക എന്നും ഉള്ള അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സ്പീക്കർക്കാണ്. ആ സ്പീക്കർ കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ, സ്പീക്കർക്ക് ആണ് അതിൻ്റെ അധികാരമുള്ളത്. ആ അധികാരം വേറെ ആർക്കും എടുത്ത് വിനിയോഗിക്കാൻ എങ്ങും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ വിചിത്രമായ ഇപ്പോഴത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ 3 ഫണ്ടുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ചോദ്യങ്ങളും പാർലമെൻറ്റ് ചോദിക്കാൻ പാടില്ല. പാർലമെൻറ്റ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് പാർലമെൻറ്റേറിയന്മാരുടെ അവകാശമാണ്. ചോദിക്കുക എന്നുള്ളത് പാർലമെൻറ്റിനല്ലേ ഈ വിവരങ്ങളൊക്കെ അറിയേണ്ടത്. അത് നോക്കുമ്പോൾ എത്രയെന്നറിയോ, അതായത് അത് വളരെ ആയിരക്കണക്കിന് കോടികളുടെ ഇടപാടുകൾ നടക്കുന്ന PM കെയേഴ്സ് നമ്മൾ കേട്ടു. 2019 ഈ കോവിഡ് ആഞ്ഞടിച്ചല്ലോ, ആ സമയത്താണ് PM കെയർ എന്ന് പറഞ്ഞ് ഒരു പുതിയ പരിപാടി, ഒരു ട്രസ്റ്റ് അങ്ങ് രൂപീകരിച്ചു. അപ്പോൾ അത് ട്രസ്റ്റാണ്, അതുകൊണ്ട് അത് ഗവൺമെൻറ്റിൻ്റെ ഒന്നുമല്ല എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ എല്ലാം അധികാരി പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. ഇതിലേക്കുള്ള സംഭാവനകൾ മുഴുവൻ സ്വീകരിക്കുന്നത്. ഒരുപാട് വലിയ കമ്പനികളുടെ CSR ഫണ്ടുകൾ അന്ന് വളരെ വലിയ തുകകൾ അതിലേക്ക് പോയി. ആ തുകകൾ തോന്നിവാസം പോലെ ചെലവഴിക്കുന്നു, അതിന് ട്രാൻസ്പെറൻസി ഇല്ല എന്ന് പറഞ്ഞ് വലിയ തർക്കങ്ങളും ബഹളങ്ങളും ഒക്കെ നടന്നു. ഒരർത്ഥത്തിൽ അത് ശരിയുമാണ്. നടന്നു കഴിഞ്ഞപ്പോൾ ആ ട്രാൻസ്പെറൻസി ഇല്ലായ്മ മാറ്റണം, അതിൻ്റെ വിവരങ്ങൾ തരണം എന്നും പറഞ്ഞ് വിവരാവകാശ നിയമപ്രകാരം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ആളുകളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ബാധകമല്ല. കാരണം ഇതൊരു വെറും ഒരു ട്രസ്റ്റാണ്, ഒരു പ്രൈവറ്റ് ട്രസ്റ്റാണ് എന്നുള്ള രീതിയിൽ അങ്ങ് പോയി. പ്രധാനമന്ത്രി CSR ഫണ്ട് ഈ ആളുകളുടെ ഇന്ന് വലിയ കമ്പനികളിൽ നിന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ഇതൊരു പ്രൈവറ്റ് ട്രസ്റ്റ് ആവും എന്ന് നമുക്കറിയത്തില്ല, മനസ്സിലാവുന്ന ഒരു കാര്യമല്ല. അതൊരു പബ്ലിക് ട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ചാരിറ്റിക്ക് വേണ്ടി നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അതൊരു പ്രൈവറ്റ് ട്രസ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ വിവരങ്ങളൊന്നും RT വഴി കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടങ്ങെടുത്തു. അത് സുപ്രീം കോടതി വരെ ചലഞ്ച് ചെയ്തു കേട്ടോ. അപ്പോൾ സുപ്രീം കോടതി അതിന് വ്യക്തമായ ഒരു രൂപരേഖ കൊടുത്തില്ല എന്നുള്ളതല്ല, ഇങ്ങനെ കിടക്കുകയാണ് കാര്യങ്ങൾ. അവസാനം അപ്പോൾ ഇത് ഒരെണ്ണം അത് പറയുന്നത് എന്തെന്നറിയോ, അതിന് പല ന്യായങ്ങളാണ് പറഞ്ഞേക്കുന്നത് PM കെയേഴ്സ്. അത് പാർലമെൻറ്റ് ചോദിക്കാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞേക്കുന്നത്, അതായത് ഈ സർക്കാരുമായി നേരിട്ട് ബന്ധപ്പെട്ടതോ സർക്കാരിന് പ്രാഥമിക ഉത്തരവാദിത്വമില്ലാത്ത വ്യക്തികൾ, അതായത് വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഈ 42-ാം ചട്ടം അനുസരിച്ച്, അതായത് 41(2) ചട്ടം അനുസരിച്ച് ലോക്സഭയിൽ നടപടിക്രമങ്ങളുടെ ആയിട്ട് ബന്ധപ്പെട്ട ചട്ടം അതനുസരിച്ച് ഇത് ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ഫണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് PM കെയേഴ്സ് എന്ന് പറയുന്ന ഈ ഫണ്ട് സർക്കാരുമായി നേരിട്ട് ബന്ധമില്ലാത്തതാണോ, അതോ സർക്കാരിന് പ്രാഥമിക ഉത്തരവാദിത്തം ഇല്ലാത്ത വ്യക്തികൾ നടത്തുന്നതാണോ ഇത്? അപ്പോൾ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആൾ സർക്കാരുമായിട്ട് പിന്നെ പ്രാഥമിക ഉത്തരവാദിത്തം ഇല്ലാത്ത ഒരു വ്യക്തിയാണോ പ്രധാനമന്ത്രി? ഇങ്ങനെയുള്ള ആളുകളുടെ വിവരം ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഇതിനെക്കുറിച്ച് ചോദിക്കാൻ പാടില്ല, ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും വളരെ വലിയ അത്രത്തോളം വലിയ അഴിമതിയല്ലേ, അതിൻ്റെ മുഖംമൂടിയല്ലേ ആ കാണുന്നത് നമ്മൾ. ഇതാണ് PM കെയേഴ്സ്. ഇനി അടുത്തത് രണ്ടാമത്തെ വേറൊരു ഫണ്ടുണ്ട്, അതിന് പ്രധാനമന്ത്രിയുടെ ദേശീയ സുരക്ഷാ ഫണ്ട്. അത് 1948 ആദ്യം അത് രൂപീകരിക്കുന്നത്. ഈ ഫണ്ട് ഒരു ദേശീയ ദുരന്തം എന്തെങ്കിലും ഉണ്ടാകുക, പ്രകൃതി ദുരന്തങ്ങളിൽ മരിക്കുന്നവരുടെ കുടുംബാംഗങ്ങളെ സഹായിക്കുക, അപകടങ്ങൾ, കലാപങ്ങൾ തുടങ്ങിയ അതിലൊക്കെ ഉള്ള ഇരകളായി വരുന്നവരെ സഹായിക്കുക എന്നുള്ളതിനാണ് ഈ
പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ ഫണ്ട്, ഇതിനെക്കുറിച്ച് ചോദ്യം ചോദിക്കാൻ പാടില്ലെന്ന് PM കെയേഴ്സിൽ ഇപ്പോൾ അത് നേരത്തെ വന്ന വിവരം അനുസരിച്ച് 2003 വിവരമനുസരിച്ച് കണക്കും പ്രകാരം ഏതാണ്ട് 8,283.7 കോടി രൂപ ആണ് അതിൽ നീക്കിയിരിപ്പുള്ളത്. അതിപ്പോൾ എത്ര നീക്കിയിരിക്കുന്നത് അറിഞ്ഞോളാം. മിക്കവാറുമൊക്കെ ചിലവായിപ്പോയി കാണും. അത് അല്ലെ BJPക്കാരെയൊക്കെ നടന്ന് അന്വേഷിക്കണം നമ്മൾ ഇത് എവിടോട്ട് പോയെന്നുള്ളതിനെക്കുറിച്ച്. കാരണം ഇത് അന്വേഷിക്കാനൊക്കത്തില്ല, ഇത് ആരുടെ അടുത്തും കണക്ക് പറയത്തില്ല, ഒന്നും ചോദിക്കണ്ട. പ്രധാനമന്ത്രിയുടെ PM കെയേഴ്സിലേക്ക് കാശ് കൊടുത്തോണം, അതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ ഒക്കത്തില്ല. അത് ചിലവാക്കേണ്ടതുപോലെ ചിലവാക്കും. അത് ജനങ്ങൾക്ക് അറിയാനുള്ള ഉത്തരവാദിത്വം. ജനങ്ങൾക്കിത് അറിയണ്ടേ? പാർലമെൻറ്റിൽ ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നില്ലെങ്കിൽ ജനങ്ങൾ ഇതെങ്ങനെ അറിയും? ജനാധിപത്യത്തിൽ ഈ സർക്കാരിനോ പ്രധാനമന്ത്രിക്കോ ഒന്നുമല്ല അവകാശം, ജനങ്ങൾക്കാണ് അവകാശം. അത് ആൾക്ക് അറിയാനുള്ള അവകാശമുള്ള ഒരു കാര്യമല്ലേ? പിന്നെ ഈ ദുരിതാശ്വാസ നിധി, ഇതിനെക്കുറിച്ച് ഇതിൻ്റെ കണക്കറിയണ്ട, ചോദിക്കാൻ പാടില്ല, അതിനെക്കുറിച്ചൊന്നും പാർലമെൻറ്റിൽ ചോദിക്കാൻ പാടില്ല എന്ന് പറയാൻ പ്രധാനമന്ത്രി ആരാണെന്നുള്ളത് എനിക്കറിഞ്ഞൂടാ. രാജഭരണമൊന്നും അല്ലല്ലത്, ജനാധിപത്യ ഭരണമല്ലേ എന്നല്ലേ പറയുന്നത്. അപ്പോൾ ജനാധിപത്യ ഭരണമാവുമ്പോൾ ജനങ്ങളാണ് അവിടെ വലുത്. പാർലമെൻറ്റിന് ഇത് ചോദിക്കാനുള്ള അവകാശമുണ്ട്, പാർലമെൻറ്റിന് അറിയാനുള്ള അവകാശമുണ്ട്. പാർലമെൻറ്റിൽ നിന്ന് മറച്ചു വെക്കാൻ ഗവൺമെൻറ്റിന് അവകാശമുണ്ടോ? ഇത് അധികാരമുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ PM കെയേഴ്സ് ആയാലും അതുപോലെ ദുരിതാശ്വാസ ഫണ്ടായാലും ശരി, ചോദിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഈ 2 ഫണ്ടിനെ കുറിച്ചും ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ അതേപോലെ ദേശീയ പ്രതിരോധ ഫണ്ട്, സൈന്യത്തിലെയും അർദ്ധസൈനിക വിഭാഗങ്ങളിലെയും അംഗങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും സഹായിക്കുന്നതിന് ആണ് ദേശീയ പ്രതിരോധ ഫണ്ട് എന്ന് പറയുന്നത്. നാഷണൽ ഡിഫൻസ് ഫണ്ട് എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അങ്ങനെ 3 ഫണ്ടുകളാണ് പ്രധാനമന്ത്രിയുടെ ചുമതലയിലുള്ളത്. പക്ഷേ പ്രധാനമന്ത്രിയുടെ ചുമതലയിലുള്ള ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാൻ പാടില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് രാജാവല്ല, സ്വേച്ഛാധിപതിയോ ഏകാധിപതിയോ അല്ല. ഇതൊക്കെ സ്വേച്ഛാധിപത്യത്തിലേക്കും ഏകാധിപത്യത്തിലേക്കും പോകുന്ന ഒരു പ്രവണതയാണ് ഈ കാണിക്കുന്നത്. ചോദ്യം ചോദിക്കാൻ പാടില്ല, ഇതിനെക്കുറിച്ച് മിണ്ടാൻ പാടില്ല. പാർലമെൻറ്റിൽ ചോദ്യം ചോദിക്കാൻ പാടില്ലെന്ന് പറയാൻ ഈ ഗവൺമെൻറ് എന്താ അവകാശം? അത് പാർലമെൻറ്റിൻ്റെ അധികാരത്തെ കവർന്നെടുക്കുന്നതല്ലേ? യഥാർത്ഥത്തിൽ ഈ പാർലമെൻറ്റിൽ ഈ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ PMO ഓഫീസിൽ നിന്നുള്ള ഈ നടപടിക്കെതിരെ, ഈ കമ്മ്യൂണിക്കേഷനെതിരെ യഥാർത്ഥത്തിൽ പാർലമെൻറ്റിൻ്റെ പ്രിവിലേജിനെ ഹനിച്ചതിന് അതിന് കേസ് അവർക്ക് എടുക്കേണ്ടതാണ്. അതാ ചെയ്യേണ്ടത്. ആദ്യം അവിടെ പ്രധാനമന്ത്രിയുടെ പേരിലൊന്നും നടപടിയെടുക്കാൻ പാടില്ലെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രിക്കൊന്നും ഇമ്മ്യൂണിറ്റി ഇല്ല. ഇമ്മ്യൂണിറ്റി ഉള്ളത് പ്രസിഡന്റിനേ ഉള്ളൂ, അല്ലെ ഗവർണർമാർക്ക്, അല്ലെ ലോക്സഭാ സ്പീക്കർക്ക്. ഇവർക്കാർക്ക് ഇമ്മ്യൂണിറ്റി ഒന്നുമില്ല. അല്ലാതെ പ്രധാനമന്ത്രി ആണ് ഇതുപോലെ നിർദ്ദേശം കൊടുത്തെങ്കിൽ പ്രധാനമന്ത്രിക്കെതിരെ നടപടി വേണം. അതല്ലെന്നുണ്ടെങ്കിൽ ആ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൊടുത്തേക്കുന്ന ഓഫീസിനെതിരെ നടപടി വേണം. കാരണം ഇവരുടെ പാർലമെൻറ്റിൻ്റെ പ്രിവിലേജിനെ വയലേറ്റ് ചെയ്തതാണ് ഈ നടപടി. അതാണ് വന്നേക്കുന്നത്. ജനങ്ങൾ അറിയാൻ പാടില്ല, അതാണല്ലോ കാര്യം. ഈ ചോദ്യം ചോദിക്കരുത്, ചോദ്യം ഇവർക്ക് ഇഷ്ടമല്ല. ഈ ചോദ്യം ഇഷ്ടമല്ലാത്തത് കൊണ്ടാണല്ലോ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കാതെ പാർലമെൻറ്റ് നടക്കുന്നുണ്ടോ? എത്ര കോടി രൂപയാണ് നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക്? ഇതെല്ലാം ജനങ്ങളുടെ പണമല്ലേ ഈ പോകുന്നതെല്ലാം. പാർലമെൻറ്റ് നടക്കുന്നതിന് ചോദ്യം ചോദിക്കാൻ സമ്മതിക്കത്തില്ല, പാർലമെൻറ്റിൽ ഒന്നും പറയാൻ സമ്മതിക്കുകയല്ല. എന്ത് അനാവശ്യം കാണിക്കാം, പക്ഷെ പുറത്ത് പറയാൻ പാടില്ല. അപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എത്ര ദിവസമായിട്ട് ഇങ്ങനെ പാർലമെൻറ്റ് മുടക്കിക്കൊണ്ടിരിക്കുക. ഇനിയും അതായത് ബജറ്റിന് നന്ദി പ്രമേയം അത് കഴിഞ്ഞാലേ ബജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ലോക്സഭയിൽ ഈ ചർച്ച നടക്കുന്നില്ല, കാരണം ബഹളം പോലും നിർത്തിവെക്കേണ്ടി വന്നേക്കാണ്. അപ്പോൾ അതിന് ഓം ബിർള തന്നെ എല്ലാം ചൂട്ടുപിടിച്ച് കൊടുക്കുകയാണ്. സ്പീക്കർ വേണ്ടതെല്ലാം ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ്. ഈ സ്പീക്കറൊക്കെ ഇങ്ങനെ ഇതേപോലെ ഒരു ഗവൺമെൻറ്റിൻ്റെ നോക്കുത്തിയായിട്ട് മാറുന്ന ഒരു സംഭവം, അതൊക്കെ വലിയ വലിയ ആളുകളിരുന്ന സ്ഥാനമാണ്. അതൊക്കെ നമ്മളിപ്പോഴാണ് കാണുന്നത്, ഇതേപോലെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ, ഇതുപോലെ തന്നെ സ്പീക്കർ, ഈ രീതിയിലൊക്കെ ഇവരെല്ലാം പെരുമാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ അടുത്ത സമയത്ത് കാണുന്നു. വളരെ ബുദ്ധിമുട്ടാണ്. ഇത് നമ്മുടെ ഏകാധിപത്യത്തിലേക്ക് ഉള്ള ഒരു പോക്കാണ്. അത് ഒരിക്കലും ജനാധിപത്യത്തിന് ഭൂഷണമല്ല.